ആയില്ലെങ്കിൽ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് ഞാൻ ബസ്സിൽ കയറി പോകും. പോലെ എന്നെയും കൂടെ കൊണ്ടുപോകണടി. പോലെ നീ വണ്ടിയുടെ എണ്ണ തീർന്നിട്ട് രണ്ടും കൂടെ റോഡിൽ കൂടെ ബസ് കയറി പോവാണ്. അച്ഛൻ ബസ് കയറി പോകുന്നു. പണി പാളി. വണ്ടിയുടെ എണ്ണ തീർന്നു പോയി. ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാം എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ അടിക്കുക. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്നും ഓടിച്ചൊഴിച്ചു കൊടുക്കണം. പിന്നെന്താ വിചാരിച്ചു പെട്രോൾ അടിക്കണ്ടെന്ന് വെച്ചോ? സാധാരണ ബൈക്കുകളിലൊക്കെ ചിലവർ വന്ന് അടിക്കുന്നതാണ് 50 രൂപയ്ക്കൊക്കെ. ഇതിന് 210 രൂപയ്ക്ക് 220 രൂപയ്ക്ക് അടിച്ചാലും പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞു വരും. അല്ല പിന്നെ എന്താണെന്ന് അറിയത്തില്ല. വണ്ടിക്ക് മൈലേജ് ഇല്ലാത്തതാണോ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞങ്ങൾ ഇനി മാക്കം നടക്കണം. വ്യായാമം ആരോഗ്യത്തിന് നല്ലതാ. ഇത്ര നേരം വണ്ടി തള്ളിക്കൊണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു കുപ്പിയും കൂടെ തപ്പി എടുക്കട്ടെ. രസമുണ്ട്. കുപ്പി തപ്പി എടുക്കട്ടെ, നോക്കട്ടെ. വണ്ടിയുടെ എണ്ണ തീർന്നിട്ട് രണ്ടും കൂടെ റോഡിൽ കൂടെ നടക്കുന്നു. സാധാരണ റിസർവ് ആകുമ്പോ അടിക്കുന്നേ. ഇപ്പൊ കുറെ നാളായിട്ട് റിസർവ് ആയിട്ട് അടിക്കുന്നില്ല. ആരും പറഞ്ഞു എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതല്ല, റിസർവ് ആകുമ്പോ തന്നെ ഞാൻ അയ്യോ കിട്ടി ഒരു കുപ്പി കിട്ടി. എന്തായാലും ഒരു കുപ്പി കിട്ടി. പക്ഷെ കുപ്പി കൊള്ളത്തില്ലേ. ഉള്ള കുപ്പിയാണ്. നമുക്ക് ഇതിന് ഇപ്പൊ എണ്ണ മേടിക്കാം. എന്തായാലും നടന്ന് ഒരു കുപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം ബോയ്സിന്റെ ഫ്രണ്ടിലെത്തിക്കായി. ഓലക്കടവിലാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത് ബോയ്സ് സ്കൂൾ ടൂറാണ്. അല്ലേ ഇത് സത്യം പറഞ്ഞ ഇത് എങ്ങനെയാ കുപ്പി അവിടെ ഇവിടെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്താന്ന് പറഞ്ഞു, വണ്ടി ഓഫായപ്പോഴേ ഭയങ്കര എനർജി. ആ എനർജി സ്വന്തമായിട്ടൊക്കെ നടന്നു പോയി. തള്ളാൻ പറഞ്ഞപ്പോഴത്തേക്ക് നടന്നു പോയി. ഞാൻ തള്ളിച്ചു. പിന്നെ ഏട്ടൻ പൊതുവെ തള്ളുന്നോണ്ട് വേറെ ആരും വേണ്ടല്ലോ. ഞാൻ പക്ഷെ തള്ളിച്ചു കേട്ടാ. കുഴപ്പമില്ല, ഞാൻ തള്ളിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ സെൽഫി ക്യാമറയിൽ എടുക്കാം. ചിലപ്പോ ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും, ക്ഷമിക്കണം. ഓപ്പോസിറ്റ് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഇത് ബോയ്സ്, ഇതിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇത് ബോയ്സ്. ഇനി ആ സിഗ്നലിന്റെ അവിടെ ചെന്നിട്ട് ബോയ്സ് അങ്ങ് കാണുന്ന സിഗ്നലിന്റെ അവിടെ പോയി സിഗ്നലിൽ ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ട് വേണം നമുക്ക്. അപ്പുറത്ത് എന്തായാലും ഒരു പമ്പ് ഉള്ളത് കാര്യമായിരുന്നെങ്കിൽ നമ്മൾ നടക്കേണ്ടി വരും. എവിടെയായിരുന്നു ആ സ്ഥലത്തിന്റെ പേരെന്തോ അമ്പലം കഴിഞ്ഞ് അതിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു വളവില് നമ്മളെ അരുൺ ഐസ്ക്രീം ഒക്കെ എത്തുന്നതിന് മുന്നേ അവിടം വരെ ഇത് തന്നെ വയ്യ. ഇനിയിപ്പൊ അങ്ങോട്ട് നടന്ന് എത്തട്ടെ. ഭാഗ്യത്തിന് ഒരു കുപ്പി ഇട്ട്, പക്ഷെ കുപ്പിക്കകത്ത് വെള്ളമുണ്ട്. കളയട്ടെ. വെള്ളം കളഞ്ഞിട്ട് നടക്കുന്നല്ലേ ഏട്ടൻ. റൂമിലാണെങ്കിൽ ഈ കുപ്പിയുടെ ഘോഷയാത്ര. ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെ തപ്പി ഒരു കുപ്പി. എവിടെയൊക്കെ തപ്പിന്നറിയോ? കട നോക്കിയിട്ട് കടയും കിട്ടിയില്ല. കടയിൽ നിന്ന് വെള്ളം മേടിച്ചെങ്കിലും ചരിച്ച് കളഞ്ഞിട്ട് കുപ്പി എടുക്കാന്ന് വെച്ചാൽ അത് നടന്നില്ല. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിരിക്കുന്നു. അടുത്ത പമ്പ് ഉണ്ടായത് കാര്യം ഇല്ലായിരുന്നെങ്കിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് ഇത്രയും ദൂരം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അവിടെ നിന്ന്. പക്ഷെ എനിക്കിത് വലിയ രസമായിട്ടാ തോന്നി. അയ്യോ, ഇത്രയും ദൂരം ഉണ്ടെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടാ. സത്യം പറയാല്ലേ, ഞാൻ വിചാരിച്ച ഹൈസ്കൂൾ ജംഗ്ഷനൊക്കെ ഇച്ചിരി ദൂരമല്ലേ ഉള്ളു അവിടെ. സത്യം പറയാലോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും ദൂരം കാണുമെന്ന്. അച്ചു, നീ വിചാരിച്ചോടാ ഇത്രയും ദൂരം ഉണ്ടെന്ന്? ഇല്ല. സത്യം ഇത്രയും വർഷം, ഏതാണ്ട് 10-9 വർഷം കണ്ടായി കാണുമെന്ന് തോന്നുന്നു ഈ വണ്ടി എടുത്തിട്ട്. പക്ഷെ ഇന്നെന്തായാലും കണ്ട ആള് അടിപൊളിയാ, സൂപ്പറാ. ഇന്ന് കണികണ്ട സൂപ്പറാ. മൊത്തത്തിൽ കുഴപ്പമായിരുന്നു. മൊത്തത്തില് ഫുള്ള് കുഴപ്പമായിരുന്നു. കണി കണ്ട ആൾ എന്തായാലും നല്ല ഐശ്വര്യമുള്ള ആളാ. സൂപ്പറാ. ഇന്ന് വരെ എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ വണ്ടി ഉപയോഗിച്ചൊരു പെട്രോൾ തീർന്നെന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഷയായി പോകും. തീർന്നു, നമ്മുടെ കൊല്ലത്തിൽ തീർന്നെന്ന് പറയും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു കൊല്ലം ട്രിവാൻഡ്രം ഒക്കെ ആയിട്ട് ചില വാക്കുകളിലല്ലേ. അപ്പൊ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. എന്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഞാൻ ആദ്യം വിചാരിച്ച ഏട്ടൻ എന്നെ പറ്റിക്കുകയാണെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തട്ടിപ്പുണ്ട്. അയ്യോ തീർന്നു, അയ്യോ പെട്രോൾ തീർന്നു. ഞങ്ങളെ പറ്റിക്കും. കാര്യം എപ്പോഴും പെട്രോൾ അടിക്കുന്ന പറയുമ്പോൾ ഞാൻ പറ്റിക്കും. റിസർവ് ആകുമ്പോ ഞാൻ പറയും പെട്രോൾ തീർന്നു, പമ്പിൽ കയറണം. പക്ഷെ എനിക്കത് മനസ്സിലാവും. ഞാൻ അങ്ങനെ വിചാരിച്ച ഇന്ന് സീരിയസ് ആയിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും നാള് വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പെട്രോൾ തീർന്ന് വഴി കടന്നു. ഇതേപോലെ അതും വണ്ടിയും തള്ളി നമുക്ക് വേണ്ടി തന്നെ ഒരു കുപ്പി, അതും ഈ ഭാഗത്ത് റോഡ് സൈഡിൽ തന്നെ കിടന്നു. ഞങ്ങൾ അവിടുന്ന് കുപ്പി നോക്കി വന്നേ. പക്ഷെ അവിടെ കിടന്ന കുപ്പിയൊന്നും കൊള്ളത്തില്ല. ഇന്ന് പക്ഷെ ഞങ്ങള് വ്ളോഗ് എടുക്കാനായിട്ട് തീരുമാനിച്ചല്ല. പക്ഷെ ഇന്ന് വ്ളോഗ് ആയി. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാ. ഇൻട്രോ
എന്റെ ഔട്ട്ഡ്രോ വരെ പോയി. ആലോചിച്ച് ആ പാലത്തിൽ വെച്ചായിരുന്നു ഈ അവസ്ഥ പറ്റിയെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വരെ എനിക്ക് അവിടുന്ന് വന്നപ്പോഴേ എനിക്ക് തോന്നി പെട്രോൾ എന്തോ ഞാൻ ആദ്യം വെച്ച് റിസർവ് ആയതായിരിക്കും, മെയിനിൽ നിന്ന് റിസർവിലായിട്ട് ആയതായിരിക്കും വെച്ചു. പിന്നെയാണ് മനസ്സിലായത് മക്കളെ പണിയായിരുന്നു. ഇനിയിപ്പോ അവിടെ പോകണം. നമുക്ക് ഇതിലേ കൂടെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്താൽ മതി. കയ്യില് പെട്രോൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് കണിയേണ്ട ആരാണെങ്കിലും കുളത്തിലെത്തും. ആരാ ഇന്ന് കണിയുണ്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കി വെക്കുന്ന ഇറങ്ങാൻ നേരത്തെ ആരെ കണ്ടിരുന്നു. ഇന്നത്തെ ദിവസം ആരെ കണിയുണ്ടാലും വളരെ മോശം ദിവസമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു, ഇന്നത്തെ ദിവസം കണിയേണ്ട ആരാണെങ്കിലും ഭയങ്കര മോശം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഇറങ്ങുമ്പോ ആരെയാ കാണുന്നതെന്ന് നോക്കി വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആരാന്ന് എനിക്ക് ഒരു വിധത്തിൽ. അല്ല എന്താന്നറിയാം ഞാൻ വളരെ മോശം എന്ന് പറഞ്ഞത്, അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നീ ചോദിച്ചില്ലേ എന്താ കാരണം? ബൈക്കിന്റെ പെട്രോൾ തീർന്നു. അതൊക്കെ സ്വാഭാവികം, നമ്മൾ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു. മൈക്ക് തറയി വീണ് കഴിച്ചു, അതും റോഡില് റോഡിൽ പോയി. ആകെപ്പാടുള്ള ഒരു മൈക്ക് അത് റോഡിൽ പോയി. കിട്ടിയില്ലേ? കിട്ടി. അല്ലെ പിന്നെ നല്ല ട്രാഫിക്കാ, കുഞ്ഞു റോഡാ, പക്ഷെ നല്ല തിരക്കാ വണ്ടികൾ. കുഞ്ഞു റോഡാ പക്ഷെ ഇഷ്ടംപോലെ വണ്ടികളല്ലേ ഇവിടെ ഇപ്പൊ. അതെ, കാരണം പാലം ഓപ്പൺ ആയതുകൊണ്ട്. ഓപ്പൺ ആയില്ലേ? അയ്യോ ഇനിയുണ്ടാ? ഞാൻ വിചാരിച്ചു ഇതിന്റെ ഡീലാണെന്ന്. ഞാനും അതാ ആ കാറിന്റെ ബാക്കിലായിരിക്കുന്നത്. വേണ്ട, കുഞ്ഞു നമ്മൾ ആരുടെയും വീട്ടിലെ ഒരു സാധനം പിച്ചിക്കൂടാ. പണ്ട് സ്കൂളിൽ പഠിക്കത്തില്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്നു പോകത്തില്ലേ? പണ്ട് അണ്ണന്മാരുടെ കൂടെ നടന്നു പോകുന്ന സമയത്ത് നല്ല രസം. ബസ്സിൽ പോകത്തില്ല, ബസ് ഭയങ്കര തിരക്കല്ല, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നടന്നു പോകുമായിരുന്നു. ആ സമയത്ത് അണ്ണന്മാര് സൈക്കിളിൽ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി, അല്ലാതൊക്കെ ആണെങ്കിൽ നടന്നു പോകത്തില്ലേ. മിക്കവാറും സൈക്കിൾ ആണെങ്കിലും അവര് സൈക്കിൾ പിടിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ നടന്നേ പോകത്തുള്ളൂ. ആ സമയത്ത് ഇത് കണക്ക് നിൽക്കുന്ന മാവിലും എല്ലാം കല്ലെറിഞ്ഞ് മാങ്ങി നെല്ലിക്ക ഒക്കെ തിന്നുമായിരുന്നു. ഞാൻ പിന്നെ +2 വരെ സ്കൂൾ ബസ് ആയിരുന്നു. സോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയും കാലം സ്കൂൾ ബസ്സിൽ പോയതുകൊണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇടയ്ക്ക് താക്കുന്ന മരുന്ന് കൊണ്ടല്ല കേട്ടോ, വേറെ ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ ക്യാമറ താക്കുന്നത്, അവരെ കൂടെ ഷൂട്ട് ചെയ്തെന്നുള്ള ഇത് വേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ താത്ത് വെക്കുന്നു. അതിന്റെ പേര് പ്രശ്നമുണ്ട്, വേണ്ടല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വള്ളിയാ, എന്തിനാ വെറുതെ അടുത്ത വള്ളിയും കെട്ടണം. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കൊല്ലം ഡിസ്ട്രിക്ട്. ഇതിന്റെ ഫ്രണ്ടിലാ ഇത്, മറ്റേ ഇത് പഞ്ചായത്ത് ഓഫീസാണ്. എന്തോ സംഭവം? വെറ്റിനറിയോ? ആ വെറ്റിനറി, അവിടെ ഇരിക്കുന്ന സാധനം. എന്താ കുഞ്ഞേ, എത്ര കിലോമീറ്റർ ഞങ്ങളിപ്പോ നടക്കുന്നതല്ല. നീയൊക്കെ നടക്ക്. പക്ഷെ ഇത് എങ്ങനെയുണ്ട് തള്ളുന്ന എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, ഞാൻ ഇതിനു മുമ്പ് തള്ളിയിട്ടുണ്ടല്ലോ ബൈക്ക്. എപ്പാ? ഇന്നാളെ എന്തിനോ ഇടയ്ക്ക് നമ്മള് പാർക്ക് ചെയ്യുന്ന തള്ളി കയറ്റത്തില്ലേ? അല്ലാതെ തള്ളിയിട്ടില്ല. ഇത് വല്ലാത്ത പാടാ കേട്ടോ തള്ളിക്കൊണ്ടുപോയി. ഇനി ഒഴുക്കി കോലം കണ്ടോ, വിയർത്ത് വിളിച്ച്. ഇനി ഇതിനകത്തോട്ട് ഒഴിക്കുന്ന ഒരു ടാസ്ക്, ഒഴിക്കുന്നതാണ് ഒരു ടാസ്ക്. കാര്യം ഇത് പോയി കഴിഞ്ഞ അതൊരു ഒരുപാട് ആളുകൾ ഞാൻ ഇങ്ങനെ മേടിച്ചു വെച്ചിട്ട് ഓരോരുത്തരൊക്കെ പറയുന്നേക്കാം കുപ്പി ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഒഴിച്ചാൽ മതി. കറക്റ്റ്. വെളി വിടാൻ പാടില്ല. നമ്മൾ അവിടുന്ന് എടുത്തപ്പോഴത്തേക്ക് അത് അവര് കുപ്പിയിൽ തരത്തില്ല. അവരൊരു ടിന്നുണ്ടാ, ആ ഒരു അളവെങ്ങാണ്ട് തരുത്തുള്ളൂ, അതിനകത്ത് അങ്ങനെ ചെയ്യുന്നു. എന്റെ അമ്മച്ചി എന്തോ ഭാഗ്യം. അതിനകത്ത് ഒന്നും ഇല്ലല്ലോ, അവിടെ കളഞ്ഞേരാ. ഇവിടെ കളയാവോ? അതെനിക്കറിഞ്ഞൂടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കളയാം. ഇവിടെ ഇട്ട് അതും പ്രശ്നം ഒരു പ്രശ്നമാവണ്ട. ഇറങ്ങട്ടെ. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ആദ്യം വണ്ടി സ്റ്റാർട്ട് ആവുമോ നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകും, ഇനി എന്താവോ എന്തോ. സ്റ്റാർട്ട് ആവണം. ആയില്ലെങ്കിൽ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് ഞാൻ ബസ്സിൽ കയറി പോകും. ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ബസ്സിൽ കയറി പോട്ടെ. അസുഖം തീർന്നല്ലോ ആഹാരം കൊടുത്തപ്പോ. കേറുവാണേ, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആയി കേട്ടോ. അഹങ്കാരമാ. ഒരു കാര്യം ഞാൻ പഠിച്ചു, കുംഭകർണന്റെ കുംഭ നിറഞ്ഞപ്പോഴത്തേക്ക് കുംഭകർണന്റെ ആശ്വാസം. ഒരു കാര്യം ഞാൻ പഠിച്ചു, ഞാൻ ചൂട് കൂടുതൽ അധികം അടിച്ചില്ല. അത്ര മെറ്റൽ ടാങ്ക് അല്ലേ, ആവിയായി പോകുന്ന വെച്ചാൽ അടിക്കാൻ.
ഇനി റിസർവിന് താഴോട്ട് ഓട്ടിക്കുന്ന പരിപാടിയില്ല. ഇന്ന് മതിയായേട്ടന് 2 നടന്നപ്പോ ഏട്ടൻ നടന്നു. പക്ഷെ എനിക്ക് ഫുൾ എനർജി. അല്ല എന്താ പറയാ, ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ട്. വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അച്ചു തുള്ളുന്ന എന്താ പറയാ, ഇവിടെ അടുത്ത അമ്പലത്തിലെ ഉത്സവ കൊട്ട് കേൾക്കുന്നു. അതിന് അയ്യോ, എന്നെയല്ല ഇറക്കേണ്ടത്, ഇതിന്റെ ഇടയ്ക്കോട്ട് ഏട്ടനെ ഇറക്കി ഇടണം. അവിടെ കിടന്ന് തെള്ളുന്നതാണ്. ഞാനങ്ങനെ തുള്ളത്തൊന്നുമില്ല. കള്ളം പറയില്ല, ഭരണിക്കാവിന്ന് എന്തൊരു തുള്ളലായിരുന്നു എന്റെ പൊന്നു. അത് ഞാൻ തുള്ളിയൊന്നുമില്ല, നീയല്ലേ ഡാൻസ് കളിച്ച അവിടെ. ഞാനൊരു എവിടെ പോയാലും ഇങ്ങനെയല്ല ഞാൻ. എവിടെ പോയാലും ഈ ഒരു നിപ്പ അനങ്ങത്തില്ല. വലിയ ഡാൻസറൊക്കെയാ, പക്ഷെ ഡാൻസ് കളിക്കത്തില്ല. പണ്ട് സ്കൂളിലൊക്കെ കോളേജിൽ കിടന്ന് തുള്ളലുണ്ടല്ലോ, അത് ഞാൻ കണ്ടല്ലോ. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ട. പക്ഷെ അനങ്ങത്തില്ല. ഇങ്ങനെ വീഡിയോ എത്തി. ഞാൻ പറഞ്ഞില്ലേ മൈക്ക് താഴെ വീണ് പോയെന്ന്. ഈ സാധനം നമ്മുടെ റിസീവർ ഇല്ലേ, റിസീവർ താഴെ, മൈക്കല്ല റിസീവറാ താഴെ വീണു. പക്ഷെ എന്നിട്ട് മൈക്ക് ഇരിക്കുന്ന ഏട്ടൻ അത് ഓർത്തതുപോലില്ല, റിസീവറാ. ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ. പക്ഷെ വീണതാ ഈ ഇവിടെ കണ്ട റോഡിൽ വീണ്. നശിപ്പിച്ച് ഒരു കാര്യം സുരക്ഷിതമായിട്ട് സംരക്ഷിക്കത്തില്ല. നീ അത് പറ. അമ്മേ വയ്യല്ലേ നടന്നു. നല്ല രസമുണ്ട്. അത്ര രസമൊന്നും ഇല്ല, ഇത് തള്ളാൻ ഭയങ്കര പാടാ. പക്ഷെ നമ്മള് നടന്നു പോയത് ഒരു രസമല്ലേ. പക്ഷെ ഇത്രയും ദൂരം എന്നും വണ്ടി കേറി ഇരുന്ന് പോകുന്നത് അതിനെക്കാട്ടി എന്ത് രസാ. നമ്മള് സംസാരിച്ച് വണ്ടിയിൽ ഇതാ പറയുന്നത്. കോമഡി എന്താന്ന് ചോദിച്ചാല് ബാഗൊക്കെ തൂക്കി ഞാൻ എന്റെ കോലം കണ്ടത്. ഞാൻ ഷോർട്സ് അല്ലേ ഇട്ടേക്കുന്നത്. ഇതൊക്കെ ഇട്ട് രണ്ടുപേരും റോഡിൽ കൂടെ ഒരു കുപ്പി പെട്രോൾ ആയിട്ട് പോകുന്നു. എല്ലാരും നോക്കുന്നു ഞങ്ങള്. ഒരു കുപ്പി പെട്രോൾ, ഒരു കയ്യില് ഫോൺ വെച്ച് വ്ലോഗ് ചെയ്ത് ചിന്തിച്ച ഇതായിരിക്കും, ഇവൻ പെട്രോൾ മേടിച്ച് പോകുന്ന ഈ പെണ്ണെ ഒഴിച്ച് കത്തിക്കാനെങ്ങാണോ ആയിരിക്കും. അതാ, അത് മാത്രല്ല ഞങ്ങള് വീഡിയോ എടുത്തെടുത്ത് പോവുക. എല്ലാരും നോക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും എല്ലാരും വിചാരിച്ചു, ഇവൻ പെട്രോൾ മേടിച്ച് പെണ്ണെ കത്തിക്കാനെങ്ങാണോ ആയിരിക്കും. എന്താ ഇവർ രണ്ടോടെ എന്താ ലൈവ് ഇട്ടേക്കും ആത്മഹത്യ പോവാന്ന് വെച്ചാൽ അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ. അതായിരിക്കും എല്ലാരും ഇങ്ങനെ നോക്കുക. എന്റെ അമ്മച്ചി ചിരിമണിയും ദൂരമൊന്നും അല്ലായിരുന്നല്ലേ നമ്മള് പക്ഷെ പെട്ടെന്ന് നമ്മൾ നടന്നു പോയിട്ട്. നല്ല എനിക്ക് തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടു. തിരിച്ചൊന്ന് പെട്ടെന്ന് നമ്മള് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴാ കുറെ സമയം എടുക്കുന്നതാണ് തോന്നുന്നത്. തിരിച്ച് പെട്ടെന്ന് ഇങ്ങെത്തും. ഇനിയിപ്പോ നമുക്ക് കയ്യും കാലും ഒക്കെ കഴുകിട്ട് പോയി ചായ കുടിക്കാം. അതെ, അമ്മ പിണക്കും. അമ്മ ഇന്നലെ വന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മ പിണങ്ങിയിരിക്കും. നാളെ ആറ്റുകാൽ പൊങ്കാലയും കൂടെ. അതെ, പൊങ്കാല ഇടണം. നമുക്ക് ഈ തവണ ആറ്റുകാല് പോണോന്ന് വിചാരിച്ച് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ എന്താന്ന് വെച്ചാലേ വണ്ടിയുടെ കണ്ടീഷൻ മോശമാണ്. അല്ലായിരുന്നെങ്കിൽ അങ്ങ് പോവായിരുന്നു. അല്ലെ പിന്നെ ട്രെയിനിൽ പോവാന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും. ട്രെയിനിലും പിന്നെ അമ്മയ്ക്ക് ട്രെയിനിലും ബസ്സിലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ തിരക്കില്. വണ്ടി ഉണ്ടെങ്കിലേ പറ്റും. അപ്പൊ നമ്മൾ വിചാരിച്ച അടുത്ത വർഷം നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാന്ന് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇത് തന്നെ വിചാരിച്ചു. പക്ഷെ ഈ തവണ നമ്മൾ നടന്നില്ല. കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഓക്കെ, അപ്പോഴേ ഞാൻ പോയിട്ട് ഇന്ന് നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഇനി എടുത്ത് ബാലൻസ് വോയിസ് ചെയ്യണം. അതും കൂടെ ചെയ്ത് അതെന്തായാലും നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടും. അതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഹലോ, അപ്പൊ നമ്മള് വീഡിയോ എൻഡ് ചെയ്തില്ല. അതെ, മറന്നുപോയി. ഞാനിവിടെ റീലൊക്കെ ഇട്ടിട്ട് റീൽസ് നമ്മൾ ഇട്ടത് ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം എന്തായാലും അവർ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. നമ്മളെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ എന്തായാലും നമ്മുടെ അക്കൗണ്ട് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതെ, നമ്മുടെ ഫാമിലി വലുതാവുന്നതനുസരിച്ച് വലിയ വലിയ സർപ്രൈസുകൾ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. ആരെങ്കിലും അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും മീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സ് രേഖപ്പെടുത്തണം കേട്ടോ. ആരും കമന്റ് ചെയ്യുന്നില്ല, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ എന്തായാലും അടിപൊളി പ്രതീക്ഷിക്കാത്ത വീഡിയോ ആയിരുന്നു. എനിക്കൊന്നും പ്രതീക്ഷിക്കാതെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുന്നത്. നാളെ ഒരു അഡ്വഞ്ചർ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്.
എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ എന്തായാലും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നാളെ തന്നെ ആ വ്ളോഗ് വരും, ഇല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ആ ഒരു വ്ളോഗ് വന്നിരിക്കും. ഉറപ്പാണ്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി, പക്ക അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഫ്രം ജിഗിൽ, ബൈ ഫ്രം അശ്വിനി.